കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുള്ള കേരള ഹിസ്റ്ററിയുടെ ബാക്കി ക്ലാസ് ആണ്. അതായത് നമ്മൾ ആദ്യത്തെ മൊഡ്യൂൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അത് ആ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേരള ഹിസ്റ്ററിക്കും കൾച്ചറിനും കോമൺ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 3 മണിക്കൂറിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ റൂളേഴ്സ് ഓഫ് കേരള എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളാണ്. അപ്പൊ ഈ ഒരു മൊഡ്യൂളിൽ ഇപ്പൊ നമ്മൾ ഏകദേശം ആദ്യത്തെ ക്ലാസ്സിൽ 1.5 മണിക്കൂർ, അത് കഴിഞ്ഞ് 2 ക്ലാസ്സുകൾ ഓരോ മണിക്കൂർ, ഏകദേശം ഒരു 3.5 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്താണ്, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ആദ്യം മാർത്താണ്ഡവർമ്മ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ധർമ്മരാജ, പിന്നെ ബാലരാമവർമ്മ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് ലക്ഷ്മി, അതുപോലെ തന്നെ പാർവതിബായി. ഇവരെ രണ്ടുപേരുടെയും, ലക്ഷ്മിബായി അതുപോലെ പാർവതിബായി, ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയാണ് നമ്മൾ ഇതുവരെ ട്രാവൻകൂർ റൂളേഴ്സിന്റെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്തത്. ഓരോരുത്തരുടെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഒന്നും വിട്ടുപോകാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേ ഒരു കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും നമ്മൾ സ്വാതി തിരുനാളിൽ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. കാരണം ഇതുവരെയുള്ള ക്ലാസിന്റെ ലെങ്ത് അതിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതേ ഒരു പാറ്റേൺ ആയിരിക്കും നമ്മൾ ഇനിയും ഫോളോ ചെയ്യുന്നത്. അപ്പം പറയുന്ന ഓരോ കാര്യവും പ്രിലിംസ് എക്സാമിനേഷനും മെയിൻസ് എക്സാമിനേഷനും വളരെ റെലവെന്റ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ സ്വാതി തിരുനാളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാണ്. അപ്പം നമ്മൾ ഈ ബാഹുബലിയിലൊക്കെ കണ്ടതുപോലെ ലക്ഷ്മിബായി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, പാർവതിബായി വരുന്നുണ്ട്. അപ്പം ലക്ഷ്മിബായി എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ചു പോകുന്നു. അതിനുശേഷം പാർവതിബായി എന്ത് ചെയ്യുന്നുണ്ട്, റീജന്റ് ആയിട്ട് ഭരണം തുടരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്നലെ ഒരു ചോദ്യമൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ആരെങ്കിലും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യം തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിന്റെ ആൻസേഴ്സ് നമുക്ക് അയച്ചു തരാവുന്നതാണ്. അത് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു തന്നത് ഇതാണ്, ലക്ഷ്മിബായിയുടെ കാലഘട്ടം കഴിഞ്ഞു. ഓക്കെ, ലക്ഷ്മിബായി ആയിരുന്നു ആരുടെ അമ്മ എന്ന് പറയുന്നത്, സ്വാതി തിരുനാളിന്റെ അമ്മ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1813 സ്വാതി തിരുനാളിന് ജന്മം നൽകുകയും 1815 ആയ സമയത്ത് ലക്ഷ്മിബായി മരിക്കുകയും ചെയ്തു. അതിനുശേഷം സ്വാതി തിരുനാളിന്റെ ഓൺ ബിഹാഫ്, അതായത് സ്വാതി തിരുനാളിന് പ്രായപൂർത്തിയാകുന്നത് വരെ ആരായിരുന്നു ഭരണം നടത്തിയിരുന്നത്, പാർവതിബായി ആയിരുന്നു ഭരണം നടത്തിയിരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു രാജാവിന് ഭരണത്തിലേക്ക് വരാനുള്ള പ്രായം എന്ന് പറയുന്നത് 16 വയസ്സാണ്. അപ്പം 1813 സ്വാതി തിരുനാൾ ജനിക്കുന്നുണ്ട്. അതിനുശേഷം 16 വയസ്സ് അദ്ദേഹത്തിന് ആകുന്നത് വരെ ഈ പറയുന്ന പാർവതിബായി ആയിരുന്നു എന്ത് ചെയ്തത്, ഭരണം നടത്തിയത്. 1813 മുതൽ 15 വരെ ലക്ഷ്മിബായി, 15 മുതൽ പിന്നീടുള്ള ഒരു 16 വർഷക്കാലം പാർവതിബായി ആയിരുന്നു. അങ്ങനെ 1829 കാലഘട്ടത്തിലാണ് സ്വാതി തിരുനാൾ എന്ത് ചെയ്യുന്നത്, ഭരണത്തിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പ്രായം എത്രയാണ് എന്നതും കൂടെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 16 വയസ്സ് ആയിട്ടുള്ള ഒരു ബാലനാണ് എന്നത് എന്ത് ചെയ്യാം, ഓർത്തു വെക്കുക. കാരണം ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അച്ഛനില്ലാതെ അമ്മയും ഇല്ലാതെ വളരുന്ന ഒരു കുട്ടിയാണ് ആര്, ഈ പറയുന്ന സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ വളർത്തുന്നത് പാർവതിബായി ആണ്. അപ്പൊ ഒരു വളർത്തമ്മയുടെ, അല്ലെങ്കിൽ നമ്മൾ ഇളയമ്മ എന്നൊക്കെ പറയും, അമ്മയുടെ സഹോദരി ആണ് വളർത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് ലാളനകൾ ഏറ്റ് വളരുന്ന ഒരു കുട്ടിയാണ് ആര്, സ്വാതി തിരുനാൾ. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ സ്വഭാവ സവിശേഷതകൾ എന്തായിരിക്കും എന്ന് ചിന്തിക്കുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം അത്. പിന്നെ ഈ പറയുന്ന പാർവതിബായിക്ക് മ്യൂസിക്സിലും അതുപോലെ ആർട്ടിലും പാട്ടുകളോടും അതുപോലെ എന്താ പറയാ ഡാൻസ് ഫോംസിനോടൊക്കെ എന്തുണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു താല്പര്യം കൂടെ ആരിലേക്ക് എത്തുന്നുണ്ട്, സ്വാതി തിരുനാളിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, കാരണം ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു സ്വാധീനവും കൂടെ ആരിലുണ്ടായിരുന്നു, സ്വാതി തിരുനാളില് ഈ പറയുന്ന പാർവതിബായിക്ക് മ്യൂസിക്കിനോടും ആർട്ട് ഫോംസിനോടൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കമ്പം, ആ ഒരു താല്പര്യം ഈ പറയുന്ന സ്വാതി തിരുനാളിനും ഈ പറയുന്ന ഓരോ ആർട്ട് ഫോംസിനോടും ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊരു കാര്യം. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരേ ഒരു മകനാണ്, അതായത് ആ രാജ്യത്തിനൊരു അധികാരിയില്ല, അങ്ങനെ ജനിച്ചിട്ടുള്ള ഒരു കുഞ്ഞാണ് ആര്, സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. അപ്പം ഗർഭത്തിലിരിക്കുന്ന കാലം തൊട്ട് തന്നെ ഇദ്ദേഹത്തിന് രാജാവ്, അടുത്ത രാജാവ് എന്നുള്ള രീതിയിലാണ് സ്വാതി തിരുനാളിനെ ആ രാജ്യത്തെ എല്ലാവരും കരുതിയിരുന്നത്. കാരണം തങ്ങളുടെ രാജ്യത്തിന്റെ രാജാവാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ബാഹുബലിയിലൊക്കെ കാണുന്ന പോലെ ആ ഒരു കുഞ്ഞാണ് എന്ത്, നമ്മുടെ രാജാവ് എന്നുള്ള രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗർഭത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ മുതൽ തന്നെ ഈ പറയുന്ന സ്വാതി തിരുനാളിനെ ഗർഭ ശ്രീമാൻ, കാരണം ഞങ്ങളുടെ ഒരു വരുംകാല രാജാവാണ് എന്നുള്ള രീതിയിൽ ഗർഭ ശ്രീമാൻ എന്നായിരുന്നു
അദ്ദേഹത്തിന്റെ പ്രജകളും അതുപോലെ തന്നെ കൊട്ടാരവാസികളും അദ്ദേഹത്തിന് വിശേഷിപ്പിച്ചിരുന്നത്. ഓക്കെ, അതായത് ഗർഭകാലം തൊട്ട് തന്നെ ട്രാവൻകൂറിന്റെ അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി എന്നുള്ള ലേബലിലാണ് ആരറിയപ്പെട്ടത്? സ്വാതി തിരുനാൾ. അതുകൊണ്ട് തന്നെ ഒരു വരുംകാല രാജ്യമായതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസവും അതുപോലെ എല്ലാ തരത്തിലുമുള്ള കഴിവുകളും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം എന്ന് ആർക്കും നിർബന്ധം ഉണ്ടായിരുന്നു? പാർവതി ബായിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഇവിടെയും ആലോചിക്കുക, നമ്മുടെ ബാഹുബലിയില് ബാഹുബലിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബാഹുബലിയുടെ വളർത്തമ്മ അവരെ ട്രെയിൻ ചെയ്യുന്ന പോലെ സ്വാതി തിരുനാളിനെയും പാർവതിയുമായി ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരുപാട് ലാംഗ്വേജ്, ഏകദേശം 16ഓളം ഭാഷകളില് നല്ല പാണ്ഡിത്യം ഈ പറയുന്ന സ്വാതി തിരുനാളിന് ഉണ്ടായിരുന്നു. 16 വയസ്സാകുന്ന സമയമാകുമ്പോഴേക്കും 16ഓളം ഭാഷകളിൽ അദ്ദേഹത്തിന് പ്രാഗൽഭ്യം നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇംഗ്ലീഷ്, തമിഴ്, ഉറുദു ഇതുപോലുള്ള ഇന്ത്യയുടെ അകത്തും പുറത്തുമുള്ള വിവിധ ഭാഷകളിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രാവീണ്യം നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രാവീണ്യം എന്ന് പറയുന്നത് കേവലം ഈ ഭാഷകൾ സംസാരിക്കാനുള്ള ഒരു കഴിവ് മാത്രമായിരുന്നില്ല. അത്തരം ഭാഷകൾ അല്ലെങ്കിൽ ഈ പഠിച്ചിരിക്കുന്ന ഭാഷകളിലൊക്കെ ഒരു കവിത എഴുതാൻ മാത്രമുള്ള, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, എടുത്തു നിൽക്കുന്ന കവിതകൾ രചിക്കാൻ മാത്രമുള്ള പ്രാഗൽഭ്യം സ്വാതി തിരുനാളിന് ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഏകദേശം അദ്ദേഹം എഴുതിയിട്ടുള്ള 200ഓളം കീർത്തനങ്ങളിൽ ഒരു കീർത്തനം ഒഴികെ ബാക്കി എല്ലാം വരുന്നത് സംസ്കൃതത്തിലാണ്. ഒരു കീർത്തനം കന്നഡയിലുമാണ്. അപ്പം പലപ്പോഴും നമ്മുടെ കന്നഡയിലൊക്കെ എന്താ പറയുന്നത്, കന്നഡയിലെ ഏറ്റവും വലിയ സംഗീതജ്ഞന്മാരോടൊപ്പമാണ് സ്വാതി തിരുനാളിനെയും കരുതുന്നത്. ഇപ്പൊ മലയാളത്തിലേക്ക് വരുന്ന സമയത്തും മലയാളത്തിലെ എണ്ണപ്പെട്ട കവികളിൽ ഒരാളായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സ്വാതി തിരുനാളിനെയും പരിഗണിക്കാറുണ്ട്. അത് അദ്ദേഹം മലയാള സാഹിത്യത്തിനും അതുപോലെ തന്നെ ലിറ്ററേച്ചറിനും അതുപോലെ ആർട്ട് ഫോംസിനും ഒക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു പരിഗണന, അല്ലെങ്കിൽ അതിന് കൊടുത്തിട്ടുള്ള ആ ഒരു പിന്തുണ, അതും കൂടെ പരിഗണിച്ചിട്ടാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ കാവ്യശേഷി അത്രത്തോളം മികച്ചതായിരുന്നു എന്നും കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പ്രത്യേകിച്ചും സംസ്കൃതത്തിൽ അദ്ദേഹത്തിന് വളരെയധികം പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കവിത്വവും അദ്ദേഹത്തിന്റെ എന്താ പറയാ എഴുത്തുകളും എല്ലാം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത് ഒരു പരിധിവരെ സംസ്കൃതത്തിൽ തന്നെയായിരുന്നു. ഓക്കെ, ഇതും കൂടെ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രത്തോളം ഭാഷകളിൽ പാണ്ഡിത്യമുള്ള ഒരാളുടെ സ്വഭാവ സവിശേഷത എന്തായിരിക്കും? കാരണം അത്രത്തോളം അറിവുണ്ട്, അത്രത്തോളം ഭാഷകളിൽ അത്രത്തോളം ഗ്രന്ഥങ്ങളുമായിക്കൊണ്ട് വിവിധ സംസ്കാരങ്ങളുമായിക്കൊണ്ട് വിവിധ അറിവുകളുമായിക്കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി? ഇന്ററാക്ട് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അതിലെല്ലാം പാണ്ഡിത്യം നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാളായിരിക്കില്ലല്ലോ ഇത്രയും ഭാഷകൾ പഠിപ്പിക്കുന്നത്. അപ്പം വിവിധ പണ്ഡിതന്മാരുമായിട്ടും വിവിധ തുറയിലുള്ള സമൂഹത്തിന്റെ വിവിധ മേഖലയിൽപ്പെട്ട ആളുകളുമായിട്ട് സംവദിക്കാൻ സ്വാതി തിരുനാളിന് സാധിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരാളുടെ പേഴ്സണാലിറ്റി എന്തായിട്ട് മാറും? കുറെ കൂടെ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറും. അദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ്സ് മുഴുവൻ കുറെ കൂടെ പ്രോഗ്രസീവ് ആയിരിക്കും, അല്ലെ? ഒരു മോഡേൺ ആറ്റിറ്റ്യൂഡിലേക്ക് അല്ലെങ്കിൽ ഒരു മോഡേൺ ചിന്താഗതിയിലേക്ക് ആര് മാറി വരികയാണ്? സ്വാതി തിരുനാൾ മാറി വരികയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ആ ഒരു സാമൂഹിക അന്തരീക്ഷം, ജീവിത അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അറിവ്, കഴിവ്, ഇങ്ങനത്തെ മുഴുവൻ കാര്യങ്ങൾ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഏകദേശ ചിത്രം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തല്ലോ. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾക്ക് ഇതുമായിട്ട് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ സ്വഭാവ സവിശേഷതകൾ ഞാൻ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സ്വാതി തിരുനാളിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അമ്മയാണ് വളർത്തിയത്, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും അമ്മ വളർത്തുന്ന ഒരു കുഞ്ഞിന് അത്രത്തോളം തന്നെ എന്താ പറയുക, ഒരു ലാളിത്യം അല്ലെങ്കിൽ ഒരു വാത്സല്യം ഇത് അനുഭവിച്ചിട്ടായിരിക്കും വളരുന്നത്. അപ്പം അച്ഛന്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട ശിക്ഷണം അല്ലെങ്കിൽ എന്താ പറയുക ശിക്ഷാരീതികള് അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കഠിന ഹൃദയനായിരുന്നില്ല, വളരെ ലളിതമായ അല്ലെങ്കിൽ വളരെ എന്താ പറയാ ഒരു ലോല ഹൃദയനായിരുന്നു സ്വാതി തിരുനാൾ എന്നും കൂടെ മനസ്സിലാക്കുക. ഞാൻ പറയുന്ന ഈ എല്ലാ കാര്യങ്ങളും ഞാൻ എന്താ പറയാ ഉണ്ടാക്കി പറയുന്നതോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ക്ലാസ് എടുക്കുന്നതിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് പറയുന്നതല്ലാട്ടോ. ചരിത്ര രേഖകളിലും അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് റിസോഴ്സസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങൾ എന്തായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പറഞ്ഞു തരുന്നത് മാത്രം. കാരണം ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ അടുത്ത ക്ലാസ് കൂടെ അല്ലെങ്കിൽ ഇനി വരുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഇദ്ദേഹത്തിന്റെ ഒരു ടോട്ടൽ ഒരു ഓവറോൾ ഇദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷത എന്താണ് എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 1829 മുതൽ 16 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു ബാലൻ ട്രാവൻകൂറിന്റെ അധികാരിയായിട്ട് മാറുകയാണ്. അപ്പൊ ഒരുപാട് പ്രോഗ്രസീവ് തിങ്കിങ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് എന്താ പറയാ വിചാരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയും കൂടിയായിരുന്നു ആര്? സ്വാതി തിരുനാൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്. അത് അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിൽ ആയി കഴിഞ്ഞാലും അഗ്രികൾച്ചർ ആയി കഴിഞ്ഞാലും
നമ്മുടെ ജുഡീഷ്യറി, അതായത് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ആയി കഴിഞ്ഞാലും അതേപോലെ തന്നെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായാലും ഇങ്ങനെ ഓരോ മേഖലയിലും വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ കലകളോടും സാഹിത്യത്തിനോടും ഉണ്ടായിരുന്ന അഭിരുചി കാരണം ലിറ്ററേച്ചറിനും അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ സാഹിത്യം, ആർട്ട് ഫോംസ് ഇതിനോടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം വളരെ കനപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KS എക്സാമിനേഷനിൽ ഈ പറയുന്ന റൂളേഴ്സ് അല്ലെങ്കിൽ പൊതുവെ എന്താ പറയാ ഈ രീതിയിൽ പ്രിലിംസിനായിക്കോട്ടെ മെയിൻസിനായിക്കോട്ടെ പൊതുവെ ഒരു റൂളേഴ്സ് അല്ലെങ്കിൽ ട്രാവൻകൂർ ബേസ്ഡ് ആയിട്ടുള്ള റൂളേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു ഏരിയയാണ് സ്വാതി തിരുനാൾ. അപ്പൊ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഏരിയയും മെയിൻസ് എക്സാമിനേഷന് ചോദിക്കാം. കാരണം ഒരു പെരിഫറൽ ചോദ്യങ്ങൾ ആയിരിക്കില്ല KS എക്സാമിനേഷൻ വരുന്നത്. അപ്പം സ്വാതി തിരുനാളിന്റെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു, അഗ്രികൾച്ചറൽ ഫീൽഡിന് അദ്ദേഹം നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു, മോഡേണൈസേഷന് വേണ്ടിയിട്ട് അദ്ദേഹം നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു, അതേപോലെ തന്നെ സോഷ്യൽ പ്രോഗ്രസിന് വേണ്ടിയിട്ട് അദ്ദേഹം നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന് അദ്ദേഹം എങ്ങനെയാണ് റിനോവേറ്റ് ചെയ്തത്, അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള റീഫോംസ് എന്തൊക്കെയായിരുന്നു, ഹെൽത്ത് കെയറിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ എന്തായിരുന്നു, സോഷ്യൽ ജസ്റ്റിസ് എത്രത്തോളം പ്രോഗ്രസീവ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം മുന്നേറ്റം സ്വാതി തിരുനാളിന്റെ ഭരണത്തിൽ ട്രാവൻകൂറിൽ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം KS എക്സാമിനേഷന് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പം ഓരോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി, എവിടെയൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പാഠഭാഗത്തേക്ക് കിടക്കാം. കാരണം ഇനി അങ്ങോട്ടേക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും. കാരണം എന്ത് പഠിക്കണമെന്നും എങ്ങനെ പഠിക്കണം എന്നുള്ളതും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം വരുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സ്വാതി തിരുനാളിന്റെ ഭരണമാണ് പറയുന്നത്, ജന്മമാണ് പറയുന്നത്. അപ്പം ഗൗരി ലക്ഷ്മി ബായിയുടെ മകനായിട്ട് അദ്ദേഹം ജനിക്കുന്നുണ്ട്, അതിനുശേഷം അമ്മ നഷ്ടപ്പെടുന്നുണ്ട്, അതിനുശേഷം പിന്നെ വളർത്തുന്നത് പാർവതിബായിയാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഒരു അമ്മയുടെ വാത്സല്യമായിരുന്നില്ല, മറിച്ച് ഒരു വളർത്തമ്മയുടെ വാത്സല്യമായിരുന്നു. അത് അമ്മയുടെ വാത്സല്യത്തോളം തന്നെ എന്താ പറയാ അവർ കെയർ ചെയ്തിട്ടുണ്ട്, അത്രത്തോളം തന്നെ വാത്സല്യം കൊടുത്ത് എല്ലാ മേഖലയിലും പ്രാഗൽഭ്യം വേണം എന്നുള്ള രീതിയിൽ വളരെ കെയർ ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു പാർവതിബായി എന്ത് ചെയ്തിട്ടുള്ളത്, സ്വാതി തിരുനാളിനെ വളർത്തിയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നമുക്കൊന്നും പറയാനില്ല. അപ്പം ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഈ പാർവതിബായി ഇവരെ വളർത്തുന്ന അല്ലെങ്കിൽ സ്വാതി തിരുനാളിനെ വളർത്തുന്ന ആ ഒരു കാലഘട്ടത്തില് ഇവിടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഒരു കവിയായിരുന്നു ഇരയിമ്മൻ തമ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇരയിമ്മൻ തമ്പി, ഈ ഒരു പേര് ഓർത്ത് വയ്ക്കാം. സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആസ്ഥാന കവിയായിട്ടൊക്കെ നിയമിതനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇരയിമ്മൻ തമ്പി എന്ന് പറയുന്നത്. അപ്പം ഇരയിമ്മൻ തമ്പി രചിച്ചിട്ടുള്ള ഓമന തിങ്കൾ കിടാവോ എന്ന് പറയുന്ന ഒരു ലല്ലബി, ആ ഒരു താരാട്ടുപാട്ട് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. അതുകൊണ്ടാണ് കോണ്ടെക്സ്ച്വലി പറഞ്ഞത്. അപ്പൊ സ്വാതി തിരുനാളിനെ പാടി ഉറക്കുന്നതിന് വേണ്ടിയിട്ട് രചിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇത് എന്നുള്ള രീതിയിലുള്ള കഥകളൊക്കെ പ്രചാരത്തിലുണ്ട്. എന്തായാലും അവിടെ ഇരിക്കട്ടെ. ഇരയിമ്മൻ തമ്പി എന്ന് പറയുന്നത് സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവിയായിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ എന്താ പറയാ അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് കാവ്യ ശിക്ഷണം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഗുരു കൂടിയായിരുന്നു എന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെക്കും. പിന്നെ അതേപോലെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, മലയാളം, ഇംഗ്ലീഷ്, പേർഷ്യൻ, കന്നഡ, തമിഴ്, തെലുഗു ഇതുപോലെയുള്ള വിവിധ ഭാഷകളിൽ ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള വിവിധ ഭാഷകളിൽ എന്തുണ്ടായിരുന്നു, പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ സംസ്കൃതം ഇതെല്ലാം വരുന്നുണ്ട്, കന്നഡ ഒക്കെ വരുന്നുണ്ട്. ദെൻ അതുകൂടാതെ ഈ പറയുന്ന ഭാഷകളിൽ മാത്രമായിരുന്നില്ല, വിവിധ വിഷയങ്ങളിലും ഇദ്ദേഹത്തിന് പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആസ്ട്രോണമിയിലൊക്കെ വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു, ജന്തുശാസ്ത്രത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, പണ്ഡിതന്മാരുമായിട്ട് സംവദിക്കാൻ അദ്ദേഹത്തിന് ആ ഒരു അവസരം ലഭിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു വിജ്ഞാനം അത്രത്തോളം വളർന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയാമല്ലോ, ജിജ്ഞാസുവായി എന്നുള്ള രീതിയിൽ. അപ്പം അത്രത്തോളം ആ ഒരു ക്യൂരിയോസിറ്റി വളർന്നത് കൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഒരുപാട് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ തയ്യാറായിരുന്നു. അപ്പം ഈ പറയുന്ന പോലെ ഗ്രാമർ ഉണ്ടായിരുന്നു, മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നു, മ്യൂസിക് ഉണ്ടായിരുന്നു, പെയിന്റിങ്, ഫിലോസഫി, ഹിസ്റ്ററി, ഇങ്ങനെ എല്ലാ മേഖലയിലും പ്രാഗൽഭ്യം തെളിയിക്കാൻ ആർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്വാതി തിരുനാളിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇദ്ദേഹത്തിന്റെ, അതായത് ഒരു മഹാരാജയായ ഒരു കവിയായ മഹാരാജ അല്ലെങ്കിൽ മഹാരാജയായ കവി, ഈ രീതിയിലെല്ലാം ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാറുണ്ട്, വിശേഷിപ്പിക്കാറുണ്ട്. കാരണം അത്രത്തോളം എന്താ പറയാ അദ്ദേഹത്തിന് പ്രാഗൽഭ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഈ രണ്ട് രീതിയിലും വിശേഷിപ്പിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്, രാമവർമ്മ എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര്, അദ്ദേഹത്തിന് ഗർഭശ്രീമാൻ എന്നും വിശേഷിപ്പിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഗർഭശ്രീമാൻ വിശേഷിപ്പിച്ചത്, എങ്ങനെ വിശേഷിപ്പിച്ചത് എന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഗർഭത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ട്രാവൻകൂറിന്റെ റൂളർ എന്നുള്ള പദവിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നോക്കി കാണപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രത്തോളം പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിത്വം വന്നതുകൊണ്ട് തന്നെ ട്രാവൻകൂർ ഭരണം അല്ലെങ്കിൽ ട്രാവൻകൂറിന്റെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരികമായിട്ടുള്ള വളർച്ച സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിൽ
വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ഏജ് ഓഫ് ട്രാവൻകൂർ എന്നാണ് സ്വാതി തിരുനാളിന്റെ ഭരണത്തിന് പറയുന്നത്. വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ ഭരണം നീണ്ടു നിന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു അമ്മ വളർത്തിയ കുട്ടിയാണ്, അച്ഛന്റെ ശിക്ഷണമൊന്നും ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു ലോല ഹൃദയനായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ ഒരു കാരണമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, സ്വാതി തിരുനാളിന്റെ ഭരണം വളരെ കുറഞ്ഞ കാലം കൊണ്ട് അവസാനിക്കാൻ കാരണമാകുന്നത്. അത് നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും, അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ഇതേപോലെ തന്നെ എന്താ പറയുക, ഒരു സ്കോളർ ആയിരുന്നു, പണ്ഡിതനായിരുന്നു, ഒരുപാട് ഭാഷയിൽ അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു, മ്യൂസീഷ്യൻ ആയിരുന്നു. ഓക്കെ, സോ ഇങ്ങനെ ഒരുപാട് രീതിയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രഗത്ഭരായ മ്യൂസീഷ്യന്മാരുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സംവദിക്കുകയും അവരിൽ നിന്നൊക്കെ പഠിക്കുകയും അവരോടൊപ്പം മത്സരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചിലരാണ് ഈ പറയുന്ന ഭാഗവതർ, മേലുസ്വാമി, വടിവേലു, ഇങ്ങനെയൊക്കെ പറയുന്ന ട്രിമുവറൈറ്റ്സ്. ഇവരൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്വാഡ്രൻസ്, അതുപോലെ കന്നഡയിലെ ക്വാഡ്രൻസ്, അതുപോലെ തന്നെ ട്രിമുവറൈറ്റ്സ്, ഇവരൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹം മത്സരിക്കാൻ പോലും ഇദ്ദേഹത്തിന് പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്, ചരിത്ര രേഖകളിൽ കാണുന്നത്. എന്നാൽ ഇത്രത്തോളം പ്രോഗ്രസീവ് ആണ്, ഇത്രത്തോളം സാമൂഹികമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഒക്കെ ട്രാവൻകൂർ വളരുകയാണ് എന്ന് പറയുന്ന സമയത്തും ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണ് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, സമരം നടക്കുന്നത്. അതാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നതും സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്വാതി തിരുനാളിന് എന്ത് ചെയ്യുന്നുണ്ട്, ആ കാലഘട്ടത്തില് വെൺ നീചൻ എന്നുള്ള രീതിയിൽ, വെൺ നീചൻ എന്നുള്ള രീതിയിലല്ല, അനന്തപുരി നീചൻ എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ ഒരു കാര്യം മാത്രം ഒന്ന് ഓർത്തു വെക്കുക, മേൽമുട്ട് സമരം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് നടക്കുന്നത് എന്ന് മാത്രം ഒന്ന് എന്ത് ചെയ്യാം, ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ഭരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം സ്വാഭാവികമായിട്ടും വളരെ പ്രോഗ്രസീവ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു, ലോല ഹൃദയനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മെഷേഴ്സ് എന്തായിരുന്നു, വളരെ ഒരു ഐഡിയലിസ്റ്റിക് പേഴ്സൺ ആയിരുന്നു. നമ്മൾ പറയാറില്ല, ഒരു പഠിപ്പി എന്ന് പറയുന്ന സമയത്ത് അവർക്ക് എന്താ പറയുക, പ്രായോഗികമായിട്ടുള്ള അറിവ് കുറച്ച് കുറവായിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഈ പഠിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി അങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു തലം എന്നതിനേക്കാൾ കൂടുതൽ ഒരു ഐഡിയലിസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഒരു ഐഡിയലിസ്റ്റ് ആയിരുന്നു സ്വാതി തിരുനാൾ. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള കറപ്ഷനെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അഴിമതി എന്ന് പറയുന്നത് ഒരു കാരണവശാലും തന്റെ ഭരണത്തിന് കീഴിൽ ഉണ്ടാവരുത് എന്ന കണിശക്കാരനായിരുന്നു ആര്, സ്വാതി തിരുനാൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ദിവാനായിട്ട് വരുന്നത് 1829 മുതൽ 1830 വരെയുള്ള ഒരു വർഷ കാലഘട്ടം അദ്ദേഹത്തിന്റെ ദിവാനായിട്ട് വരുന്നത് വെങ്കട്ട് റാവു എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്നാൽ ഇദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി ആരോപണം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിനോട് ഭരണം വിട്ടൊഴിയാൻ വേണ്ടിയിട്ട് ആര് പറയുന്നുണ്ട്, സ്വാതി തിരുനാൾ പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഭരണത്തിൽ നിന്ന് ഒഴിയുന്നുണ്ട് 1830 സമയത്ത്. അതിനുശേഷം സുബ്ബറാവു ആണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹത്തിന്റെ ദിവാനായിട്ട് വരുന്നത്. എന്നാൽ ഈ പറയുന്ന സുബ്ബറാവു എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാതി തിരുനാളിന് ഈ പറയുന്ന ഇംഗ്ലീഷ്, അതുപോലെ പേർഷ്യൻ, ഈ ലാംഗ്വേജ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത അദ്ദേഹത്തിന്റെ ടീച്ചറായിരുന്നു, അദ്ദേഹത്തിന്റെ ഗുരു തന്നെയായിരുന്നു സുബ്ബറാവു. അങ്ങനെ സുബ്ബറാവു ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ദിവാൻ പദത്തിലേക്ക് എത്തുന്നത്. എന്നാൽ സുബ്ബറാവുവിന് എഗെയിൻസ്റ്റും ഒരു കറപ്ഷൻ അലിഗേഷൻ വന്ന സമയത്ത് സ്വാതി തിരുനാൾ അദ്ദേഹത്തിനോടും അധികാരത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ട് പറയുകയും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് ആ പദവി വിട്ട് ഒഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തു വെക്കാം. അപ്പം കറപ്ഷനോട് എത്രത്തോളം ഒരു ആന്റി കറപ്ഷൻ മെന്റാലിറ്റി സ്വാതി തിരുനാളിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് 2 പോയിന്റ്സ് കൂടെ പറയാം. ഒന്നാമത്തത് ഈ പറയുന്ന നാരായണ കേശവൻ എന്ന് പറയുന്ന വ്യക്തി, അതേപോലെ തന്നെ കൊച്ചു ശങ്കര പിള്ളൈ. അപ്പം ഇവർ 2 പേരും ഒരു ഗിഫ്റ്റ്, അതായത് സ്വാഭാവികമായിട്ടും ഭരണത്തിലിരിക്കുന്ന ഭരണാധികാരികളാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗവൺമെന്റ് സെർവന്റ് ആണ്. അവരെന്ത് ചെയ്തു, പൊതുജനങ്ങളിൽ നിന്ന് ഗിഫ്റ്റ് സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ അവരോടും എന്ത് ചെയ്യുന്നുണ്ട്, അവരെയും പുറത്താക്കുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം നമ്മളിപ്പം ഇന്നത്തെ നമ്മുടെ ഒരു സാമൂഹിക ചിന്താഗതിയിൽ നോക്കുന്ന സമയത്ത് ഒരു ഗിഫ്റ്റ് അല്ലേ അത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. ഓഫ്കോഴ്സ് നമ്മുടെ ഇന്ത്യൻ ലോയും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഗിഫ്റ്റ് സ്വീകരിക്കുന്നത് കറപ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും, അത് ഈ രീതിയിൽ പണിഷ്മെന്റിലേക്ക് പോകും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊരു സസ്പെൻഷനിലേക്കൊക്കെ നമ്മുടെ ഇന്ത്യൻ എന്താ പറയാ വ്യവസ്ഥയിലും അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യവസ്ഥയിലും എന്ത് ചെയ്യുന്നുള്ളൂ, പോകുന്നുള്ളൂ. എന്നാൽ അന്ന് ഇത്തരത്തിൽ എന്താ പറയാ, ഒരു ഗിഫ്റ്റ് സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ അവരുടെ ഭരണത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ എല്ലാ പദവികളിൽ നിന്നും സ്വാതി തിരുനാൾ നീക്കം ചെയ്യുന്നുണ്ട്. അത്രത്തോളം കണിശമായിരുന്നു മനസ്സിലാക്കുക. ഇനി
ആരുടെയെങ്കിലും നേർക്ക് ഒരു അഴിമതി ആരോപണം ഉണ്ടായെന്ന് വിചാരിക്കും. ഇപ്പോഴത്തെ നമ്മുടെ സാമൂഹിക വ്യവസ്ഥ എന്താണ്? ഒരു മന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉണ്ടായി എന്ന് വിചാരിക്കും. അപ്പൊ ആ മന്ത്രി ആ അഴിമതി ആരോപണം കഴിഞ്ഞിട്ട് പുറത്തു വരികയാണ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രിക്കെതിരെയുള്ള ജുഡീഷ്യൽ ആയിട്ടുള്ള പ്രൊസീഡിങ്സ് മുഴുവൻ കഴിഞ്ഞിട്ട് കോടതി വിധിക്കുകയാണ് ഇദ്ദേഹം എന്തല്ല അക്വൈന്റഡ് ആണ്, അതായത് അദ്ദേഹത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കേസുകൾ മുഴുവൻ ഒഴിവാക്കി എന്ന് പറഞ്ഞ് എന്താണ് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അധികാരത്തിലേക്ക് തിരിച്ചു വരാം. എന്നാൽ അങ്ങനെ ഒരു തവണ ജുഡീഷ്യൽ ആയിട്ടുള്ള അക്വൈന്റൻസ് അല്ലെങ്കിൽ ജുഡീഷ്യൽ ആയിട്ട് അദ്ദേഹം കുറ്റവിമുക്തനായാൽ പോലും അദ്ദേഹത്തിന് സ്വാതി തിരുനാൾ ഭരണത്തിലേക്ക് തിരിച്ചെടുത്തിരുന്നില്ല. അതായത് ഒരു തവണ കറപ്ഷൻ അലിഗേഷൻ പോലും അദ്ദേഹത്തിന്റെ പേരിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും പദവിയിൽ നിന്ന് നീക്കം ചെയ്യുക എന്നതായിരുന്നു സ്വാതി തിരുനാളിന്റെ നടപടി എന്ന് പറയുന്നത്. അത്രത്തോളം കറപ്ഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വാതി തിരുനാളിന്റെ ഭരണം വളരെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അങ്ങ് അവസാനിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. 1856 കാലഘട്ടമൊക്കെ ആകുന്നതോടുകൂടിയിട്ട് അദ്ദേഹം രോഗബാധിതനാവുകയും അതിനുശേഷം മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് പ്രധാനമായ ഒരു കാരണമായിട്ട് ചരിത്ര രേഖകളിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1840 ആകുന്ന സമയത്ത് 1830 എന്ത് ചെയ്യുന്നുണ്ട്? സുബറാവ് വരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് അതുവരെ ഉണ്ടായിരുന്ന നമുക്കറിയാം പാർവതിബായിയുടെയും അതുപോലെ ലക്ഷ്മിബായിയുടെയും ഒക്കെ, അതായത് പാർവതിബായി അവർക്കും ഉണ്ടായിരുന്ന ലക്ഷ്മിബായിയുടെയും ഒക്കെ കാലഘട്ടത്തില് മുൺട്രോ ആയിരുന്നു ഇവിടുത്തെ റെസിഡന്റ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് റെസിഡന്റ്, ട്രാവൻകൂറിലെ ബ്രിട്ടീഷ് റെസിഡന്റ്. അപ്പം മുൺട്രോ എന്ന് പറയുന്നത് അത്യാവശ്യം എന്താ പറയാ സ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നു, എന്നിരുന്നാൽ പോലും സ്വാർത്ഥനൊക്കെ ആയിരുന്നു. എന്നിരുന്നാൽ പോലും അദ്ദേഹം കുറെ കൂടെ പ്രോഗ്രസീവ് ആയിട്ട് കുറച്ചും കൂടെ ലിബറൽ ആയിട്ടുള്ള ആളായിരുന്നു. ഇവരുടെയൊക്കെ ഭരണത്തിൽ ഒരു പരിധിവരെ സപ്പോർട്ട് കൊടുക്കുകയും എന്നാൽ ബ്രിട്ടീഷുകാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ശേഷം വന്ന ഈ പറയുന്ന ജനറൽ കുള്ളൻ എന്ന് പറയുന്ന വ്യക്തി 1840 എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ട് വരുന്നത്. എന്നാൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ഗ്രീഡി ആയിട്ടുള്ള, അതേപോലെ തന്നെ എന്താ പറയാ, നമ്മളൊരു എങ്ങനെ പെരുമാറണം എന്നൊന്നും അറിയാത്ത ഒരു വ്യക്തിത്വമായിരുന്നു. ആരോട് എവിടെ വെച്ച് തന്റെ അധികാരത്തിനെ എങ്ങനെ പെരുമാറണം, എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഈ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബ്രിട്ടീഷ് റെസിഡന്റ് ഇപ്പം സ്വാഭാവികമായിട്ടും സ്വാതി തിരുനാളിന് എന്തുണ്ടായിരുന്നു? പണ്ഡിത സദസ്സുകൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ രാജ്യ സദസ്സ് ഉണ്ടായിരുന്നു. ഇത്തരം ഒരു രാജ്യ സദസ്സുകളിൽ വെച്ചിട്ട് പലപ്പോഴും ഈ പറയുന്ന ബ്രിട്ടീഷ് റെസിഡന്റ് സ്വാതി തിരുനാളിനെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സ്വാതി തിരുനാൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഓവർ റൈഡ് ചെയ്യുന്ന രീതിയിൽ, മറികടക്കുന്ന രീതിയിൽ കുള്ളൻ പല തീരുമാനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ആരുടെ മനസ്സിനെ ഹേർട്ട് ചെയ്തു? സ്വാതി തിരുനാളിനെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രത്തോളം ലോല ഹൃദയനായിരുന്നു, അദ്ദേഹത്തിന് ഇത് എടുക്കാൻ പറ്റിയില്ല, അത്രത്തോളം താങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വേറെ തമ്പി തളവൊക്കെ ആണെങ്കിൽ പിറ്റേന്ന് തന്നെ പുറത്താക്കിയിട്ട് അദ്ദേഹത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയേനെ. ബട്ട് അതല്ല ഇവിടെ സംഭവിച്ചത്. അദ്ദേഹത്തിന് തന്നെ എന്താ പറയാ അത് താങ്ങാൻ കഴിയാതെ വരികയും അദ്ദേഹം എന്താ പറയാ ഈ പറയുന്ന ഇന്ന് നമ്മൾ പറയാറുണ്ടല്ലോ നമ്മുടെ ഒരു ഡെസ്പൈ എന്നുള്ള രീതിയിലാണ്. സോ അങ്ങനെ പോവുകയും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? മാനസികമായിട്ട് തളർന്നിട്ട് പിന്നീട് രോഗത്തിന് അടിമപ്പെട്ട് അങ്ങനെ എന്ത് ചെയ്യാണ്? അദ്ദേഹം മരിച്ചു പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ധ്യാനത്തിലും അതുപോലെ എന്താ പറയാ സ്വന്തമായിട്ട് സമയങ്ങൾ ചിലവഴിക്കാനൊക്കെ ആയിരുന്നു. അത് പ്രായമായിട്ടല്ല ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്കറിയാം 1813 അദ്ദേഹം ജനിക്കുന്നത്. 1856 കഴിയുന്നതോടുകൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും അദ്ദേഹം മരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായം എത്ര ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നോക്കാം. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരണപ്പെടുന്നത്. അപ്പം ഈ രീതിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാനസികമായ ചിന്താഗതികളൊക്കെ വന്നതോട് കൂടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ ഒടുവിൽ മരണപ്പെട്ട് പോവുകയായിരുന്നു എന്ന് എന്ത് ചെയ്യാം മനസ്സിലാക്കുക. അതിനൊരു പരിധിവരെ ഈ ബ്രിട്ടീഷ് റെസിഡന്റുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ബന്ധം വഷളായത് ഒരു കാരണമായിരുന്നു. ദെൻ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് റീഫോംസ് എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. ഓക്കെ, അത് ഓരോ ഫീൽഡിലും നടക്കുന്നുണ്ട്. ഓരോ ഫീൽഡും നമുക്ക് ആവശ്യമാണ്. ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം വരുന്ന ഒരു റീഫോമാണ് ജുഡീഷ്യൽ റീഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ജുഡീഷ്യൽ റീഫോംസ് എന്തൊക്കെയായിരുന്നു? അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. സഞ്ചരിക്കുന്ന കോടതികൾ, വേലുത്തമ്പി തളവയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സഞ്ചരിക്കുന്ന കോടതികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ജില്ലാ കോടതികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉമ്മിണിത്തമ്പിയുടെ ഒക്കെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ജില്ലാ കോടതികൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ജില്ലാ കോടതികളെ ലക്ഷ്മിബായിയുടെ അതുപോലെ തന്നെ പാർവതി ബായിയുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം വ്യാപിക്കുന്നുണ്ട്. അതായത് രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഏകദേശം 5ഓളം ഡിസ്ട്രിക്ട് കോർട്ടുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ മുൻസിഫ് കോടതി എന്ന് പറയുന്ന ഒരു തേർഡ് ടയറും കൂടെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു?
സ്വാതി തിരുനാൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതോട് കൂടിയിട്ട് രാജ്യത്തിന്റെ ജുഡീഷ്യൽ സംവിധാനം അല്ലെങ്കിൽ കോടതികൾ എന്ന് പറയുന്നത് 3 ടയർ സിസ്റ്റം ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ഒരു അപ്പലറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു, ജില്ലാ കോടതികൾ ഉണ്ടായിരുന്നു. ഇത് രണ്ടും ആരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു? പാർവതിബായിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിന് പുറമെ എന്ത് ചെയ്യുന്നുണ്ട്, മുൻസിഫ് കോർട്ട് എന്ന് പറയുന്നത് ലോക്കൽ ലെവലുകൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, കോടതികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 3 ടയർ സിസ്റ്റം ഓഫ് കോർട്ട് സിസ്റ്റം വാസ് ഇംപ്ലിമെന്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ സ്വാതി തിരുനാൾ. ഇതെന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരുമായിട്ടും വെസ്റ്റേൺ കൾച്ചറും ഒക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റംസും അതുപോലെ തന്നെ അവിടുത്തെ സിസ്റ്റം, ഗവൺമെന്റ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നല്ല ധാരണയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ 1835 കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കുണ്ടൻ മേനോൻ കമ്മിറ്റിയെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. കുണ്ടൻ മേനോൻ കമ്മിറ്റിയെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ലീഗൽ കോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ലീഗൽ കോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുണ്ടൻ മേനോൻ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം 1836 ഇഫ് ലൈക്ക് ഐ ആം കറക്റ്റ് 1834 തോന്നുന്നു കുണ്ടൻ മേനോൻ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. ദെൻ 1836 എന്ത് ചെയ്യുന്നത്, ഇവർ ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു റിപ്പോർട്ടിന്റെ ബേസിൽ ആദ്യമായി കൊണ്ട് ട്രാവൻകൂറിൽ കോഡ് ഓഫ് റെഗുലേഷൻ ഓഫ് ട്രാവൻകൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ലീഗൽ കോഡ് നിലവിൽ വരികയാണ്. ഓക്കെ, സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തില് കുണ്ടൻ മേനോൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഈ പറയുന്ന കോഡ് ഓഫ് റെഗുലേഷൻ ഓഫ് ട്രാവൻകൂർ എന്ന് പറഞ്ഞിട്ട് 1836 ഒരു കോഡ്, ഒരു സിവിൽ ക്രിമിനൽ കോഡ് എന്ത് ചെയ്യുന്നു, നിലവിൽ വരുന്നു. ഒരു ലീഗൽ കോഡ് എന്ത് ചെയ്യുന്നു, നിലവിൽ വരുന്നു എന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്തത്, ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശിക്ഷാ രീതികൾ എന്ന് പറയുന്നത് ഒട്ടും എന്തായിരുന്നില്ല, റാഷണൽ ആയിരുന്നില്ല. നമുക്കൊരു സാമൂഹിക അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സയന്റിഫിക് അല്ലെങ്കിൽ ഒരു റാഷണൽ ആയിട്ടുള്ള ഒരു യുക്തി വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ച എണ്ണയിലൊക്കെ കൈമുക്കുന്ന, അതായിരുന്നു ഈ ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്നത്. അപ്പം അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും സ്ത്രീകൾ വ്യഭിചരിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ശുചീന്ദ്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിന് മുമ്പിലുള്ള തിളച്ച എണ്ണയിൽ എന്ത് ചെയ്യും, കൈമുക്കും. ഇപ്പൊ കൈ പൊള്ളിയിട്ടില്ലെങ്കിൽ അവര് പതിവ്രതയാണ്, അവരുടെ പാതിവ്രത്യം അവരെ സംരക്ഷിക്കും എന്നൊക്കെ രീതിയിലുള്ള കൺസെപ്റ്റുകളൊക്കെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ കൊണ്ടുപോയിട്ട് എണ്ണയിൽ കൈമുക്കുന്ന ഈ ഒരു സംവിധാനത്തിനായിരുന്നു ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏതെങ്കിലും സ്ത്രീകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ തലമുണ്ടനം ചെയ്തിട്ട് രാജ്യത്ത് നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവരെ ബാനിഷ് ചെയ്യുന്ന രീതി. ഇത്തരം എന്താ പറയാ, നമ്മുടെ ഒരു സംസ്കാരത്തിന് യോജിക്കാത്ത, അല്ലെങ്കിൽ അന്നത്തെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരു മോഡേൺ സൊസൈറ്റിയുടെ, ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയുടെ ചിന്താഗതിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ശിക്ഷാവിധികളെ അല്ലെങ്കിൽ ഡീഹ്യൂമനൈസിങ് പ്രാക്ടീസസ് അദ്ദേഹം എന്ത് ചെയ്തു, എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഒരാളുടെ വ്യക്തിത്വത്തിന് കളങ്കം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു റാഷണാലിറ്റി ഇല്ലാത്ത ഇത്തരത്തിലുള്ള ചിന്താഗതികളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശിക്ഷാവിധികളെ മുഴുവൻ ആരെടുത്തു കളയുന്നു, സ്വാതി തിരുനാൾ എടുത്തു കളയുന്നുണ്ട് എന്നും കൂടെ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. അപ്പം സ്വാതി തിരുനാളിന്റെ ജുഡീഷ്യൽ റീഫോംസ് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് എല്ലാം എഴുതണം, ഒന്നും വിട്ടുപോകരുത്. ഇത് കൂടാതെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന മജിസ്ട്രിയും പോലീസെയും എന്ത് ചെയ്യുന്നുണ്ട്, റീഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന കാര്യക്കാർ എന്ന് പറയുന്ന പൊസിഷൻ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിനെ തഹസിൽദാർ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് സ്വാതി തിരുനാളിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കാര്യക്കാർ എന്ന് പറയുന്ന പൊസിഷനെ ഈ പറയുന്ന തഹസിൽദാർ പൊസിഷനിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു സംഭവിച്ചിരുന്നത്, അവിടെ സംഭവിച്ചിരുന്നത് ഇതായിരുന്നു, സെപ്പറേഷൻ ഓഫ് പവർ. നമ്മൾ പൊളിറ്റിയിലൊക്കെ പഠിക്കുന്ന സെപ്പറേഷൻ ഓഫ് പവർ ആയിരുന്നു ഇവിടെ സംഭവിച്ചിരുന്നത്. അതായത് ജുഡീഷ്യൽ പവർ അല്ലെങ്കിൽ പോലീസ് പവറും റവന്യൂ പവറും സെപ്പറേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഈ പോലീസിലും വീണ്ടും എന്ത് ചെയ്യാണ്, സ്വാതി തിരുനാൾ റീഫോം കൊണ്ടുവരാണ്. അതായത് മജിസ്റ്റീരിയൽ പവറും പോലീസ് പവറും രണ്ടും രണ്ടാക്കി മാറ്റുകയാണ്. ഓക്കെ, അതായത് ശിക്ഷ വിധിക്കുന്നത് ഒരാള്, കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നത് വേറൊരാൾ. ഇന്നത്തെ ഈ ഒരു മോഡേൺ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിനുള്ള ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ അദ്ദേഹം ഇത് എന്തിന്റെ ബേസിലാണ് ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബ്രിട്ടീഷ് സിസ്റ്റം ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതേ ഒരു സിസ്റ്റം സ്വാതി തിരുനാൾ എവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ട്രാവൻകൂറിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ജുഡീഷ്യൽ റീഫോംസുമായിട്ട് സ്വാതി തിരുനാളിന്റെ അണ്ടറിൽ വന്നിട്ടുള്ളത്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ഓക്കെ, അതെ അതെ. ഓക്കെ, സോ അതായത് നമ്മുടെ മോഡേൺ ഹിസ്റ്ററി ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കാറുണ്ട്
കോൺവാലിസിന്റെ കേസ് പഠിക്കാറുണ്ട്, കോൺവാലിസ് കോഡ് എന്നൊക്കെ പറയുന്ന പോലെ അതേപോലത്തെ ഒരു കോഡ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതിനടുത്തത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സോഷ്യൽ പ്രോഗ്രസ്, സാമൂഹിക പുരോഗതി എങ്ങനെയൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. സോ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇംഗ്ലീഷിലും അതുപോലെ മറ്റു ഭാഷകളിലൊക്കെ നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1834 ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാജാ സ്കൂൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. ഓക്കെ, രാജാ സ്കൂൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാപിക്കുന്നുണ്ട്. ഈ രാജാ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ മേലധികാരിയായിട്ട് റോബർട്ട്സ് എന്ന് പറയുന്ന ആളെ ഒരു മാസത്തില് ഒരാഴ്ചയിലേക്ക് വന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 100 രൂപയൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് 1836 അത് കഴിയുന്നതോട് കൂടിയിട്ട് 1836 എന്ത് ചെയ്യുന്നത്, രാജാ സ്കൂളായിട്ട് മാറുന്നു. ആദ്യം എഡ്യൂക്കേഷന് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് 1834 എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം നടപടികൾ എടുക്കുന്നുണ്ട്. 1836 രാജാ സ്കൂളായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, പരിണമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് രാജാസ് ഹൈസ്കൂൾ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ മാറുന്ന സമയത്ത് റോബർട്ട്സിന്റെ എന്താ പറയാ, അദ്ദേഹം ഒരു പെർമനന്റ് ആക്കിയിട്ട് സ്വാതി തിരുനാൾ മാറ്റുന്നുണ്ട്. ആഴ്ചയിലെ ഇടയ്ക്ക് മാത്രം വന്നു പോയിട്ടുള്ള റോബർട്ട്സിന് എന്ത് ചെയ്യുന്നുണ്ട്, പെർമനന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഒരു മാസം ഏകദേശം 300 രൂപ എന്നുള്ള രീതിയിൽ സാലറി ഒക്കെ നിശ്ചയിച്ച് കൊടുക്കുന്നുണ്ട്. ഈ 300 രൂപ എന്നൊക്കെ പറയുന്നതിന്റെ വാല്യൂ അറിയണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ഗവൺമെന്റ് എംപ്ലോയീസിലെ ഏറ്റവും കൂടുതൽ സാലറി കിട്ടിയിരുന്നത് റോബർട്ട്സിനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അത്രത്തോളം വിദ്യാഭ്യാസത്തിന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ പറയുന്ന രാജാസ് സ്കൂൾ അല്ലെങ്കിൽ രാജാസ് ഹൈസ്കൂൾ ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, മഹാരാജ കോളേജ് ആയിട്ട് മാറുന്നത്. ഇന്നത്തെ നമുക്കറിയാം ട്രിവാൻഡ്രത്തിന്റെ ആ ഒരു എഡ്യൂക്കേഷന്റെ തന്നെ എന്താ പറയാ, ഒരു കോർണർ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു പില്ലർ എന്നുള്ള രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന മഹാരാജാസ് കോളേജിന്റെ ആരംഭം ഈ രീതിയിലായിരുന്നു എന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഈ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് എഡ്യൂക്കേഷൻ, അത് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അന്നത്തെ മദ്രാസ് പ്രോവിൻസിൽ പോലും ഉണ്ടായിരുന്നില്ല. കാരണം മദ്രാസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷിന്റെ ഡയറക്റ്റ് അണ്ടറിലായിരുന്നു. അപ്പൊ അവിടെ പോലും ഇല്ലാത്ത അത്രത്തോളം പ്രോഗ്രസീവ് ആയിട്ട് അത്രത്തോളം എന്താ പറയുക, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആയിരുന്നു സ്വാതി തിരുനാൾ കേരളത്തിൽ എസ്പെഷ്യലി ട്രാവൻകൂറിൽ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത്. ഓക്കെ, സോ ട്രാവൻകൂറിലെ വിദ്യാഭ്യാസ പുരോഗതിയിൽ സ്വാതി തിരുനാളിന്റെ പങ്ക് എന്തായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റണം. പിന്നെ അത് കൂടാതെ 1837 അദ്ദേഹത്തിന്റെ വാന നിരീക്ഷണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് സബ്ജക്റ്റിന്റെ ഒരുപാട് അവയർനെസ് നോളജ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ അന്ന് ലഭ്യമായ ഏറ്റവും മികച്ച എന്താ പറയാ വാന നിരീക്ഷണ എക്യുപ്മെന്റ്സ് എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ട്രിവാൻഡ്രത്ത് ഒരു ഒബ്സർവേറ്ററി അദ്ദേഹം എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നുണ്ട് 1837. ഇത് കൂടാതെ തന്നെ അന്ന് അതുപോലെ തന്നെ എന്താ പറയുക, അതിന് മുമ്പും ഉള്ള കാലഘട്ടത്തിലുണ്ടായിരുന്ന റെയർ ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റ്, താളിയോല ഗ്രന്ഥങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവം കൂടി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ തന്നെ ഗ്രന്ഥശാല അദ്ദേഹം രൂപീകരിക്കുകയും അവിടെ ഇത്തരത്തിലുള്ള കയ്യെഴുത്ത് പ്രതികളും താളിയോലകളും ഒക്കെ ശേഖരിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി എന്ന പേരിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ പറയുന്ന സ്ഥാപനത്തിന്റെ ആരംഭം എന്ന് പറയുന്നതും സ്വാതി തിരുനാളിൽ തന്നെയാണ്. അതായത് സ്വാതി തിരുനാൾ അന്ന് തുടങ്ങി വെച്ച പല കാര്യങ്ങളും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നും നമ്മുടെ കേരള സൊസൈറ്റിയിൽ നിലനിന്ന് പോരുന്നുണ്ട്. എസ്പെഷ്യലി ട്രാവൻകൂറിൽ ചേരുന്ന പലർക്കും ഈ പറയുന്ന ഓരോന്നും കാണാൻ പറ്റും. ട്രാവൻകൂർ ഒബ്സർവേറ്ററി കാണാൻ പറ്റും, അതുപോലെ തന്നെ മഹാരാജ കോളേജ് കാണാൻ പറ്റും, ദെൻ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനുസ്ക്രിപ്റ്റ് ആൻഡ് ലൈബ്രറി കാണാൻ പറ്റും. ഇതൊന്നും പോരെങ്കിൽ നമ്മുടെ ട്രാവൻകൂർ സൂ ഉണ്ടല്ലോ, തിരുവനന്തപുരം സൂ, അതും എന്താണ്, സ്വാതി തിരുനാളിന്റെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, സ്വാതി തിരുനാളിന്റെ ഒരു സോഷ്യൽ കോൺട്രിബ്യൂഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ദെൻ അടുത്തത് ഇദ്ദേഹത്തിന്റെ തന്നെ സോഷ്യൽ പ്രോഗ്രസിന് വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെ ഒരു പ്രസ് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും സ്വാതി തിരുനാളാണ്. കാരണം ഗവൺമെന്റ് തന്നെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് തന്നെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെയും അതുപോലെ തന്നെ ഭരണ സംവിധാനത്തിനെയും മാറ്റിയെടുക്കാൻ ആർക്ക് സാധിച്ചു, ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു കളക്ഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വളർത്തു മൃഗങ്ങൾ എന്നൊക്കെ പറയുന്നത്, പക്ഷെ നമ്മൾ വളർത്തുന്നവർ വളരെ കുറച്ചല്ല, വളരെ ഹ്യൂജ് കളക്ഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം നിർമ്മിച്ച അല്ലെങ്കിൽ അദ്ദേഹം ആരംഭിച്ച ആ ഒരു പ്രവർത്തനമാണ് പിന്നീട് ഇന്ന് നമ്മൾ കാണുന്ന തിരുവനന്തപുരം സൂ ആയിട്ട് എന്ത് ചെയ്യുന്നത്, വളരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്,
reign of Swati Tirunal turned out to be a landmark in the cultural history of the modern Kerala. Discuss. ഒരു 3 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതി നോക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, സോ നമ്മുടെ ടോപ്പിക് തീർന്നിട്ടില്ല, നമ്മൾ വീണ്ടും പോവാണ്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സ്വാതി തിരുനാൾ കൊണ്ടുവന്നിട്ടുള്ളത്? അപ്പൊ ഇതിലെ ആദ്യം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ വേലുത്തമ്പി ദളവയും അതുപോലെ എന്താ പറയുക പാർവതിബായിയുടെ കേസൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹുസൂർ കച്ചേരിയും അതുപോലെ തന്നെ മറ്റ് പബ്ലിക് ഓഫീസുകളും ഒക്കെ കൊല്ലത്തായിരുന്നു എന്നുള്ളത്. ആ കൊല്ലത്തുണ്ടായിരുന്ന ഈ പറയുന്ന ഹുസൂർ കച്ചേരിയും അതുപോലെ തന്നെ മറ്റ് പബ്ലിക് ഓഫീസുകളും ഇദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് ചെയ്യാണ്. തിരുവനന്തപുരത്തെ കുതിരമാളിക, അതായിരുന്നു ഇദ്ദേഹത്തിന്റെ പാലസ് എന്ന് പറയുന്നത്. അപ്പൊ ആ മാളികയിലേക്ക് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് ചെയ്യണം. അതിന്റെ അടുത്ത പ്രദേശങ്ങളിലേക്ക് ഈ പറയുന്ന പബ്ലിക് ഓഫീസുകൾ കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണ സംവിധാനത്തിനെ കുറെ കൂടെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം ഇപ്പൊ നമ്മള് ആന്ധ്രാപ്രദേശിന്റെ ഒക്കെ പുതിയ കേസ് പറയുന്നുണ്ടല്ലോ, അതായത് ആന്ധ്രാപ്രദേശിന് 3 ക്യാപിറ്റൽ ഉണ്ടെന്ന്. ഒരു എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ, ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ആൻഡ് ജുഡീഷ്യൽ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 3 ക്യാപിറ്റൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇത് 3ഉം തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കണം. അപ്പോഴേ ഗവേണൻസ് എന്ന് പറയുന്ന സംവിധാനം അല്ലെങ്കിൽ ഭരണം എന്നത് കാര്യക്ഷമമാകുന്നത്. ഈ 3ഉം ഒരുമിച്ച് പ്രവർത്തിക്കണം. അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് ടെക്നോളജി ഉണ്ട്, അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് 3എണ്ണമായിട്ട് എന്ത് ചെയ്യാം, എസ്റ്റാബ്ലിഷ് ചെയ്യാം. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഒന്ന് കൊല്ലത്തും ഒന്ന് തിരുവനന്തപുരത്തും നിന്ന് കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ പോലും ദിവസങ്ങൾ എടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും ഒരു സ്ഥലത്ത് തന്നെ വേണം, അപ്പോഴേ ഭരണം കാര്യക്ഷമമാകൂ എന്ന് ആർക്ക് മനസ്സിലായി? സ്വാതി തിരുനാളിന് മനസ്സിലായി. അതുകൊണ്ട് എന്ത് ചെയ്തു, തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം ഇതിനെ മാറ്റുകയാണ് ഉണ്ടായത്. പിന്നീട് വരുന്നതാണ് അദ്ദേഹം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാറ്റേണൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഈ പറയുന്ന ഭരണ സംവിധാനത്തിന് കുറെ കൂടെ ഒന്ന് കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴും പറയാറുണ്ട് ഗവൺമെന്റ് ലീഡ്സ് ടു ലെസ് ഗവർണൻസ്, അല്ലെ? മോർ ഗവൺമെന്റ് ലീഡ്സ് ടു ലെസ് ഗവർണൻസ്. ഓക്കെ, അതല്ലെങ്കിൽ ലെസ് ഗവൺമെന്റ് ലീഡ് ടു മോർ ഗവർണൻസ് എന്ന് പറയാറുണ്ട്. അതായത് ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ചട്ടങ്ങൾ, നിയമങ്ങൾ ഇതൊക്കെ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം ഗവർണൻസ് കൂടും, എഫിഷ്യൻസി കൂടും. അപ്പം അന്നത്തെ കാലഘട്ടത്തില് ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരുന്നു. അങ്ങനെ ഈ ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ഏകദേശം 165ഓളം റെസ്ട്രിക്ഷൻസിനെ ആരെടുത്ത് കളയാണ്? സ്വാതി തിരുനാൾ എടുത്തു കളയാണ്. ഇതോട് കൂടിയിട്ട് ഫ്രീഡം ഓഫ് ട്രേഡ്, മൂവ്മെന്റ്, അതുപോലെ തന്നെ എന്താ പറയുക എക്കണോമിക് ആക്ടിവിറ്റീസ്, ഇതെല്ലാം ട്രാവൻകൂറിൽ ഫ്ലറിഷ് ചെയ്യുകയാണ്. ഇതിന്റെ ഫലമായിട്ട് ട്രാവൻകൂറിന്റെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയും പ്രോസ്പെരിറ്റി വളരുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിന്റെ ഇമ്പാക്ട് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് ഒരു കാരണവശാലും വിട്ടുപോകരുത്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഇതിന്റെ കാരണം അടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇത് കൂടാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വെസ്റ്റേൺ ആ ഒരു കൾച്ചറായിട്ടുള്ള ആ ഒരു ആഭിമുഖ്യം കാരണം അവിടുത്തെ ശാസ്ത്ര വളർച്ച അദ്ദേഹത്തിന് അറിയാം. എഞ്ചിനീയറിംഗ് ഫീൽഡുകളെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ട്. അതുകൊണ്ട് തന്നെ 3 ഡിഫറെന്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ രീതിയിലുള്ള പൊതുമരാമത്ത് സംവിധാനങ്ങളൊക്കെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നതും സ്വാതി തിരുനാളായിരുന്നു. എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പോസ്ലി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് എഞ്ചിനീയറുടെ അണ്ടറിലാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇപ്പൊ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് മരാമത്ത് അദ്ദേഹം എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. അതായത് ഇറിഗേഷൻ വർക്ക്, കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതൊക്കെയായിരുന്നു ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഏറ്റവും മികച്ച എഞ്ചിനീയേഴ്സിനെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാനും ആര് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? സ്വാതി തിരുനാൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് നിർമ്മിച്ചിട്ടുള്ള ഒരു പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് സ്റ്റോൺ ബ്രിഡ്ജ് ഓവർ കരമന റിവർ എന്ന് പറയുന്നത്. കരമന റിവറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ആ സമയത്ത് ഈ ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൂടാതെ തന്നെ ഇറിഗേഷൻ മരാമത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഇറിഗേഷൻ പ്രൊജക്ടുകളും ചെയ്തിട്ടുണ്ട്. ഇത് ഇദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസിനും പറയാം. അഗ്രികൾച്ചർ എംപവർമെന്റ്സ് ഓർ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള എഫേർട്സിലും എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം ഇറിഗേഷൻ മരാമത്ത് ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇറിഗേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്പെഷ്യൽ മരാമത്ത് സ്പെഷ്യൽ മരാമത്ത് ഉണ്ടായിരുന്നു ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദി ടെമ്പിൾസ് ആൻഡ് പാലസസ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന്റെ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള 2 കാര്യങ്ങളാണ്. ഇത് കൂടാതെ ചാരിറ്റി ഹോസ്പിറ്റൽസും അദ്ദേഹം എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഇവിടെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ആരോഗ്യ വ്യവസ്ഥ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് അത്രത്തോളം എന്താ പറയുക എഫിഷ്യന്റ് അല്ല എന്ന് അദ്ദേഹത്തിന് തോന്നുകയും കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ആരോഗ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് അലോപ്പതിയാണ് എന്ന് തിരിച്ചറിയുകയും അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു കൊട്ടാരം വൈദ്യൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കൊട്ടാരം ഡോക്ടർ എന്ന് നമുക്ക് പറയാം,
ആ രീതിയിലേക്ക് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തിയെ എന്ത് ചെയ്യാണ് ചീഫ് സർജൻ അല്ലെങ്കിൽ ഒരു ചീഫായിട്ട് നിയമിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു എസ്റ്റാബ്ലിഷ് ഒരു ചാരിറ്റി ഹോസ്പിറ്റൽ ആയിട്ട്, അതായത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം സ്ഥാപിക്കുന്നത് എന്നും കൂടെ എന്ത് ചെയ്യാം മനസ്സിലാക്കുക. ഒരു ചാരിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്. ഇത് ഇദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോമിലും എഴുതാം, സോഷ്യൽ ഇന്നോവേഷൻ അല്ലെങ്കിൽ സോഷ്യൽ പ്രോഗ്രസ് മെഷേഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ അതിലും എഴുതാവുന്ന പോയിന്റ് ആണ്. ഇനി അടുത്തത് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, റവന്യൂ റിക്കവറി അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ പ്രോപ്പറായിട്ട് അസസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ബേസ് എന്ത് ചെയ്യുന്നുണ്ട്, റവന്യൂ റിക്കവറി നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് എല്ലാ ലാൻഡ് ഏരിയാസും അദ്ദേഹം മെഷർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെന്ത് ചെയ്യാം, നമുക്ക് അഗ്രികൾച്ചറിൽ ഉൾപ്പെടുത്താം, അതുപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം മെഷറായിട്ട് എന്ത് ചെയ്യാം ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ട്രാവൻകൂറിൽ ആദ്യമായിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെൻസസ് നടത്തുന്നതും ആരാണ്, സ്വാതി തിരുനാളാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചിന്തയിലൊക്കെ എത്രത്തോളം പ്രോഗ്രസീവ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ ഇതുകൊണ്ടാണ് ആദ്യത്തെ തന്നെ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഓരോ പോയിന്റും ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അഗ്രികൾച്ചറൽ റീഫോംസിലേക്ക് വരാം. എന്തൊക്കെ അഗ്രികൾച്ചറൽ റീഫോംസ് ആണ് സ്വാതി തിരുനാൾ കൊണ്ടുവരുന്നത്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മരാമത്തുകള്, ലാൻഡ് സർവേ, ഇതെല്ലാം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ അദ്ദേഹം നടത്തിയിട്ടുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന സമയത്ത് ക്രോപ്സിന് മാത്രമല്ല അദ്ദേഹം എന്ത് ചെയ്തത്, പ്രൊമോട്ട് ചെയ്തത്. ഇപ്പൊ നമ്മൾ എന്താ പറയും, നമ്മൾ പഠിക്കുന്ന സമയത്ത് അഗ്രികൾച്ചറായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും പഠിക്കുന്നതാണ് അഗ്രികൾച്ചറൽ അലൈഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിക്കാറുണ്ട്, കാറ്റിൽ റിയറിങ് പഠിക്കാറുണ്ട് അല്ലെ, കാറ്റിൽ റിയറിങ്സ് പഠിക്കാറുണ്ട്, അതായത് അനിമൽ ഹസ്ബൻഡറി. അതിന് അദ്ദേഹം വളരെയധികം പ്രൊമോട്ട് ചെയ്തു. എത്രത്തോളം സയന്റിഫിക് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ സൗത്ത് ഇന്ത്യയിൽ തന്നെ അത്രത്തോളം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാറ്റിൽ റിയറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഡയറി ഫാമുകൾ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക. അത്രത്തോളം എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഗുജറാത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്തു, ഗുജറാത്തിലെ സൂറത്ത് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏറ്റവും നല്ല ബ്രീഡുകളെ ഇന്ത്യയിൽ, നമ്മുടെ ഈ കേരളത്തിലേക്ക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, ക്രോസ് ബ്രീഡ് ഒക്കെ നടത്തിയിട്ട് ഏറ്റവും മികച്ച ബ്രീഡുകളെ ഉത്പാദിപ്പിക്കാൻ ആർക്ക് സാധിച്ചു, സ്വാതി തിരുനാളിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതും കൂടി എന്ത് ചെയ്യുക, ഇതിന്റെ കൂട്ടത്തില്, അതായത് അഗ്രികൾച്ചറൽ റീഫോംസ് സ്വാതി തിരുനാൾ കൊണ്ടുവന്നത് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. കാരണം KS എക്സാമിനേഷനിലൊക്കെ വരുന്ന സമയത്ത് 3 മാർക്കിൽ ഇങ്ങനത്തെ ഒരു പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ 3 പോയിന്റ്സ് അല്ലെങ്കിൽ 4 പോയിന്റ്സ് നമ്മൾ അവിടെ എഴുതിയേ തീരൂ. അപ്പൊ അഗ്രികൾച്ചറൽ റീഫോംസ് മാത്രം എടുക്കുകയാണെങ്കിൽ 3-4 പോയിന്റ് ഒക്കെ എഴുതാൻ അവിടെ എന്തുണ്ട്, പോയിന്റ്സ് ഉണ്ട്. ഡെഫിനറ്റ് ആയിട്ടും ചോദിക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണെന്ന് ഓർത്ത് വെക്കുക. ദെൻ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ്. സോ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പാർവതിബായുടെ സ്വാധീനം ഇദ്ദേഹത്തിലുള്ളത് കൊണ്ട് ലിറ്ററേച്ചറിലും അതുപോലെ തന്നെ ഡാൻസിലും മ്യൂസിക്സിലും ഒക്കെ ഇദ്ദേഹത്തിന് വളരെയധികം കമ്പം ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കൾച്ചറൽ കോൺട്രിബ്യൂഷൻസും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വളരെയധികം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം ഒരുപാട് ലാംഗ്വേജിൽ ഇദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, അറിവുകൾ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ എല്ലാ ലാംഗ്വേജിലുമുള്ള ആളുകളെ ഇദ്ദേഹത്തിന്റെ സദസ്സുകളിലേക്ക് കൊണ്ടുവരാനും അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനും പുതിയ പുതിയ ആർട്ട് ഫോംസ് അല്ലെങ്കിൽ പുതിയ ലിറ്ററേച്ചർ ഫോംസ് സംസ്കൃതത്തിലേക്കും മണിപ്രവാളത്തിലേക്കും നമ്മുടെ മലയാളത്തിലേക്കും എടുക്കാൻ ആര് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആര് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, സ്വാതി തിരുനാൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്തത് ഒരുപാട് കമ്പോസിഷൻസ്. ഇപ്പൊ നമ്മുടെ മേജർ ആയിട്ട് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന 2 മ്യൂസിക്കൽ ട്രഡീഷൻസ് ആണ്. ഒന്ന് ഹിന്ദുസ്ഥാനി ദാറ്റ് എക്സിസ്റ്റ് ഇൻ നോർത്ത് ഇന്ത്യ ആൻഡ് കർണാട്ടിക് മ്യൂസിക് ദാറ്റ് എക്സിസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ. ഈ പറയുന്ന 2 മ്യൂസിക്കൽ ട്രഡീഷൻസിനും അവരുടേതായിട്ടുള്ള കനപ്പെട്ട സംഭാവനകൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്, സ്വാതി തിരുനാളിന് സാധിച്ചിട്ടുണ്ട്. അപ്പം ഹിന്ദുസ്ഥാനി മ്യൂസിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധ്രുപദ്, കയൽ, തുമ്പി ഇതുപോലെയുള്ള അതിന്റെ ഓരോ സ്ട്രീമിനും ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ കനപ്പെട്ട സംഭാവന നൽകാൻ ആർക്ക് സാധിച്ചു, സ്വാതി തിരുനാളിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കർണാട്ടിക് മ്യൂസിക്കിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള സംഭാവനകളാണ് ഈ പറയുന്ന പത്മനാഭ പാഹി അതുപോലെ തന്നെ ദേവദേവ എന്നുള്ള കീർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇതില് അദ്ദേഹം കർണാട്ടിക് മ്യൂസിക്കിന് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പൊ മെയിൻസ് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, എക്സാമ്പിൾസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾസ് അല്ലാതെ നിങ്ങൾ ഒരു പോയിന്റ് എഴുതി കഴിഞ്ഞാൽ അതിന് വാല്യൂ ഇല്ല. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, വാല്യൂ അഡീഷൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ എക്സാമ്പിൾസ് നമ്മൾ ഇതിനു മുമ്പ് ഓരോ തവണ ഡിസ്കസ് ചെയ്ത സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമ്പിൾസ് എന്തൊക്കെയാണുള്ളത്. അപ്പൊ ഇതുപോലത്തെ എക്സാമ്പിൾസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴേ നിങ്ങളുടെ ആൻസറിന് എന്തുള്ളൂ, വാല്യൂ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. ദെൻ അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന്റെ സദസ്സ് എന്ന് പറയുന്നത് ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഈ പണ്ഡിത സദസ്സിന്റെ ഒരു ആസ്ഥാന കവി എന്നുള്ള രീതിയിൽ ഇരയിമ്മൻ തമ്പിയും ഉണ്ടായിരുന്നു. ഒരു കാര്യം കൂടെ ഇവിടെ പറയട്ടെ,
ഇപ്പം സ്വാതി തിരുനാളിൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ പറയുന്ന പല കാവ്യങ്ങളും സ്വാതി തിരുനാൾ അല്ല രചിച്ചത്, അത് ഇരയിമൻ തമ്പിയാണ് എന്നുള്ള ഒരു വാദം കൂടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് കർത്താവിന്റെ പേര് ഇന്നത്തെ രീതിയിൽ കാണുന്ന പോലെ കർത്താവിന്റെ പേര് ആരെഴുതി എന്നുള്ളതൊന്നും കൃത്യമായിട്ട് മനസ്സിലാവാത്തത് കൊണ്ട് നമുക്ക് രണ്ടിലും പറയാം ഇപ്പൊ ഏതാണ് എന്നുള്ള രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ള, കാരണം ഒരു ചർച്ച നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇരയിമൻ തമ്പിയാണോ അല്ലെങ്കിൽ സ്വാതി തിരുനാളാണോ എഴുതിയത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല, എസ്പെഷ്യലി മലയാളം കൃതികൾ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം. അപ്പം ഇദ്ദേഹത്തിന്റെ പണ്ഡിത സദസ്സിലുണ്ടായിരുന്ന ആളുകളായിരുന്നു തഞ്ചാവൂർ ക്വാഡ്രേറ്റ്സ്. ഓക്കെ, അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്വാതി തിരുനാളിന്റെ സദസ്സിലായിരുന്നു എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, തഞ്ചാവൂർ ക്വാഡ്രേറ്റ്സ്, അതായത് തഞ്ചാവൂർ ബ്രദേഴ്സ്, അതുപോലെ തന്നെ കണ്ണയ്യ, ഭാഗവതർ, അനന്തപത്മനാഭ ഗോസ്വാമി, ഷഡ്കാല ഗോവിന്ദമാരാർ. ഷഡ്കാല ഗോവിന്ദമാരാറൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് കീർത്തനത്തിൽ അത്രയധികം പ്രാഗൽഭ്യമുള്ള ആളുകളായിരുന്നു ഇവരൊക്കെ. ഓക്കെ, ദെൻ അടുത്തത് മ്യൂസിക്കിൽ ഇദ്ദേഹം നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അപ്പം പത്മനാഭസ്വാമി ടെമ്പിളിൽ ആലപിക്കുന്ന ഒരുപാട് മ്യൂസിക്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു മ്യൂസിക്കിനെയും ഓരോ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ സമയത്തേക്ക് വേണ്ടിയിട്ട് ഓരോ മ്യൂസിക് എന്നുള്ള രീതിയിൽ ചിട്ടപ്പെടുത്തുന്നത് സ്വാതി തിരുനാളാണ്. ഓക്കെ, സോ ഓരോ സമയത്തേക്ക് ഓരോ മ്യൂസിക് വേണം എന്നുള്ള രീതിയിൽ ചിട്ടപ്പെടുത്തുന്നത് ആരാണ്? സ്വാതി തിരുനാളാണ്. അപ്പം സ്വാതി തിരുനാളിന് കുറച്ച് മുൻപാണ്, എന്നാലും നമ്മുടെ ഒരു 13-14 നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഉണ്ണുനീര് സന്ദേശത്തില് അതിന്റെ ഒരു ആദിത്യവർമ്മനെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം പറയുന്നുണ്ട്. അപ്പൊ അതിലെ കഥാനായകൻ വന്ന് വീഴുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്താണ്. അപ്പം പത്മനാഭസ്വാമി, അതായത് സ്വാമി അല്ലെങ്കിൽ വിഷ്ണുവിനെ പാടി ഉണർത്തുന്ന രംഗം കേട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, അയാൾക്ക് സ്ഥലകാല ബോധമൊക്കെ തിരിച്ചു കിട്ടുന്നത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ണുനീര് സന്ദേശത്തിൽ പറയുന്നുണ്ട്. അപ്പം ഓരോ സമയത്തും ഓരോ എന്താ പറയാ, ഓരോ ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട്, അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ രീതിയിലുള്ള സോങ്ങുകളായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതിനെ കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തുന്നത് പിന്നീട് വന്നിട്ടുള്ള സ്വാതി തിരുനാളാണ്. കാരണം ഉണ്ണുനീര് സന്ദേശം 13-14 നൂറ്റാണ്ടിലാണ് രചിക്കപ്പെടുന്നത്. സ്വാതി തിരുനാൾ വരുന്നത് ഈ പറയുന്ന 19-ാം നൂറ്റാണ്ടിൽ, അതായത് 1800 ശേഷമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ പറയുക, അതൊന്ന് ഓർത്ത് വെക്കുക. ഒരു കണക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഓർത്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് പറഞ്ഞതിന് മാത്രം, രണ്ടും മ്യൂസിക് ആ ഒരു സാധനമാണ്. അതുകൊണ്ട് ഓക്കെ. ദെൻ ഇദ്ദേഹം ഏകദേശം 200-ലധികം കീർത്തനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം എഴുതിയിട്ടില്ല. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, മിസ് ആവരുത്. കാരണം നമ്മൾ ഇനി വരുന്ന KS എക്സാമിനേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ഇവിടുന്ന് തിരിച്ചും മറച്ചുവിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ പഠിക്കണം ഈ ഒരു ഏരിയ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ KS എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ട്രാവൻകൂറിന്റെ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ വിവരിച്ചിട്ടുള്ള പുസ്തകം ഏതാന്നുള്ള രീതിയിൽ സ്റ്റെല്ല കർമിഷൻ എന്ന അവരുടെ ഒരു പുസ്തകത്തിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരാണ് ഈ പറയുന്ന ട്രാവൻകൂറിന്റെ ഹിസ്റ്ററി ആൻഡ് കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് മെൻഷൻ ചെയ്ത, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്ത ഒരു ഫോറിനർ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അത്രത്തോളം ഡെപ്തിൽ ചോദ്യങ്ങൾ പോകുന്നുണ്ട്. അപ്പം ഇവിടെ സ്വാഭാവികമായിട്ടും ഇന്നത്തെ നമ്മുടെ ഒരു UPSC സ്റ്റാൻഡേർഡിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒരു അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇൻഡെപ്തിൽ ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഏകദേശം 200ഓളം കീർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാതി തിരുനാൾ ചിട്ടപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ 200ഓളം കീർത്തനങ്ങളിൽ ഒരു കീർത്തനം ഒഴികെ ബാക്കി എല്ലാം തന്നെ സംസ്കൃതമായിരുന്നു. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ കീർത്തനത്തിന്റെ ഭാഷ ഏതാണ്? സംസ്കൃതമായിരുന്നു. ഒരു കീർത്തനം എങ്ങാണ്ട് മാത്രമാണ് എന്ത് വരുന്നത്, കന്നഡയിൽ വരുന്നത്. ബാക്കി എല്ലാം തന്നെ എന്തായിരുന്നു, സംസ്കൃതത്തിലാണ് ഇദ്ദേഹം ചിട്ടപ്പെടുത്തുന്നത് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കുക. പിന്നെ സ്വാഭാവികമായിട്ടും ഇതിന്റെ തീം എന്ന് പറയുന്നത് ഗോഡ്, ദൈവം എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ ആ ഒരു തീമിലാണ് എന്ത് ചെയ്യുന്നത്, സ്വാതി തിരുനാൾ തന്റെ ഈ പറയുന്ന കൃതികൾ അല്ലെങ്കിൽ ഈ പറയുന്ന തന്റെ കീർത്തനങ്ങളെല്ലാം തന്നെ ചിട്ടപ്പെടുത്തുന്നത്. അപ്പം ഇതിൽ മെൻഷൻ ചെയ്യുന്ന ഗോഡ്, ദൈവം ആരാണ്? സ്വാഭാവികമായിട്ടും പത്മനാഭസ്വാമി തന്നെയായിരിക്കും, അതായത് വിഷ്ണു തന്നെയായിരിക്കും, അല്ലെ? സോ ഇതില് മെജോറിറ്റി ഓഫ് ദ കീർത്തനങ്ങളും വിഷ്ണുവിന് വേണ്ടിയിട്ട് രചിക്കപ്പെട്ടതാണ്. എന്നാൽ വിഷ്ണു മാത്രം ആയിരുന്നില്ല. അപ്പൊ ഓൺലി ഫോർ പത്മനാഭസ്വാമി എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് റോങ്. ഓക്കെ, സോ ഓൺലി അല്ല, പത്മനാഭസ്വാമി ആയിരുന്നു മെജോറിറ്റി. എന്നിരുന്നാൽ കൂടി മറ്റ് ദൈവങ്ങൾ, ഹനുമാൻ അടക്കം വരുന്ന ദേവഗണങ്ങളും അതുപോലെ തന്നെ എന്താ പറയാ മറ്റ് പുരാണ കഥാപാത്രങ്ങൾക്കും വേണ്ടിയിട്ടും കീർത്തനങ്ങൾ ആരെഴുതിയിട്ടുണ്ടായിരുന്നു? സ്വാതി തിരുനാൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ശിവ, പാർവതി, വിഷ്ണു, ഹനുമാൻ ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഗണപതി, അതുപോലെ തന്നെ പാർവതി, ലക്ഷ്മി, ഇവർക്ക് എല്ലാവരുടെ പേരിലും കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. ബട്ട് ബഹുഭൂരിഭാഗവും വിഷ്ണുവിന്റെ പേരിലായിരുന്നു, അല്ലെങ്കിൽ വിഷ്ണുവിന് വേണ്ടിയിട്ടുള്ള കീർത്തനങ്ങളായിരുന്നു എന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ വിവിധ രാഗങ്ങളിൽ ഇദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, നല്ല പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു.
അങ്ങനെ അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തി അല്ലെങ്കിൽ അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു രാഗമാണ് ഈ പറയുന്ന മോഹന കല്യാണി എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. സ്വാതി തിരുനാൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള രാഗം ഏതാണ്? മോഹന കല്യാണി. ഓക്കെ, സോ അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള രാഗമാണ്. പിന്നെ ഇത് കൂടാതെ ഡാൻസ് ഫോമുകൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിഫറെന്റ് ആയിട്ടുള്ള മ്യൂസിക്കൽ ട്രഡീഷൻസ് അല്ലെങ്കിൽ മ്യൂസിക് കൃതികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? രചിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന സ്വരാഞ്ജലി, പദം, വർണ്ണ, തിലാന എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മ്യൂസിക്കൽ ട്രഡീഷൻസ് ഫോർ ഡാൻസ് ഫോംസ് ആയിരുന്നു. ഇത്തരത്തിൽ മ്യൂസിക്കൽ ട്രഡീഷൻസ് ഫോർ ഡാൻസ് ഫോം അതിന്റെ ലാംഗ്വേജ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒട്ടുമിക്കതും മലയാളത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. കീർത്തനങ്ങൾ എഴുതിയിട്ടുള്ളത് സംസ്കൃതത്തിലാണ്. എന്നാൽ ഡാൻസ് ഫോംസിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക്സ് സ്വാതി തിരുനാൾ ചിട്ടപ്പെടുത്തിയപ്പോൾ അത് അദ്ദേഹം എഴുതിയിട്ടുള്ളത് മലയാളത്തിലാണ്. സ്വാഭാവികമായിട്ടും ഇവിടെയാണ് ഈ ഒരു തർക്കം നിലനിൽക്കുന്നത്. സ്വാതി തിരുനാളാണോ അല്ലെങ്കിൽ ഇരയിമൻ തമ്പിയാണോ ഇത് ചിട്ടപ്പെടുത്തിയത് എന്നുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട്. എന്നാലും അവിടെ ഇരിക്കട്ടെ, നമ്മുടെ പർപ്പസിന് സ്വാതി തിരുനാളിൻ്റെതിൽ ഉൾപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം സ്വാതി തിരുനാളിനാണ് ചോദിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ മ്യൂസിക്കൽ അല്ലെങ്കിൽ കൾച്ചറൽ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ മ്യൂസിക്കൽ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് എഴുതും. ഓക്കെ, രണ്ടും അല്ലാന്നും ആണ് എന്നും പറയാൻ നമുക്ക് ആസസ് എന്തുണ്ട്? തെളിവുകളുണ്ട്. അടുത്തത് ഉത്സവ പ്രബന്ധം. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കൃതികളില്, മലയാളം കൃതികളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് ഉത്സവ പ്രബന്ധം എന്ന് പറയുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ, ചടങ്ങുകൾ ഇതിനെയൊക്കെ വിവരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഒരു തീമാക്കി വെച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതിയാണ് ഉത്സവ പ്രബന്ധം എന്നതും കൂടെ എന്ത് ചെയ്യാം? മനസ്സിലാക്കുക. ഉത്സവം, പിന്നെ സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം ആയതുകൊണ്ട് പത്മനാഭസ്വാമി, ഇത് രണ്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, അതുകൂടാതെ അദ്ദേഹം എഴുതിയിട്ടുള്ള 3 കാവ്യകൃതികളാണ് ഈ പറയുന്ന ഭക്തമഞ്ജരി. ഓക്കെ, ഒന്ന് ഭക്തമഞ്ജരി, രണ്ടാമത്തത് സ്യാനന്തുര പുര വർണ്ണന പ്രബന്ധം. സ്യാനന്തുര പുര വർണ്ണന പ്രബന്ധം. ഇതെന്താണ്? ഈ പറയുന്ന ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ്. അതുപോലെ തന്നെ പത്മനാഭ ശതകം. ഇതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ട് ചോദ്യം വരാവുന്നതാണ്. കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഓൾറെഡി എന്തിട്ടുണ്ടായിരുന്നു? ട്രാവൻകൂറിന്റെ ലൈഫിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഫോറിനർ ആരാണ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഭരണത്തിൽ വരുന്ന ഒരു രാജാവ് ഇത് ആരാണ് രചിച്ചത് എന്നുള്ള രീതിയിൽ വരാം. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ ഒരു UPSC സ്റ്റാൻഡേർഡിലേക്കാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിന്റെ തീം ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഈ പറയുന്ന 3 കൃതികളും രചിക്കപ്പെട്ടിരിക്കുന്നത് സംസ്കൃത ലാംഗ്വേജിലാണ്. ഓക്കെ, മലയാളത്തിലല്ല, സംസ്കൃതത്തിലാണ് ഈ പറയുന്ന 3 കൃതികളും ഇദ്ദേഹം രചിച്ചിരിക്കുന്നത്. ഇനി ഭക്തമഞ്ജരിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ മേൽപ്പത്തൂരിന്റെ നാരായണീയത്തിന്റെ ആ ഒരു മോഡൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഭക്തമഞ്ജരി ഇദ്ദേഹം രചിച്ചിരിക്കുന്നത്, സ്വാതി തിരുനാൾ രചിച്ചിരിക്കുന്നത് എന്നും കൂടെ എന്ത് ചെയ്യാം? ഓർത്തു വെക്കാം. സ്യാനന്തുരപുര വർണ്ണനാ പ്രബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ചമ്പു കാവ്യങ്ങളുടെ ഒക്കെ ഒരു രീതിയിലാണ്. അതായത് ഗദ്യവും പദ്യവും കൂടെ പരസ്പരം മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു രചനാ രീതിയാണ് ഇതിൽ കാണുന്നത്. അതിന്റെ ഒരു തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിളും അവിടുത്തെ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ്. അതായത് അതിന്റെ വർണ്ണനയല്ല, ഉത്സവ പ്രബന്ധം പോലെയുള്ള ഒരു വർണ്ണന, അവിടുത്തെ ഒരു ആഘോഷത്തിന്റെ വർണ്ണനയല്ല, മറിച്ച് അതിന്റെ ഒരു ഹിസ്റ്ററിയാണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ആ ഒരു ഹിസ്റ്ററി പറയുന്നത് ഈ പറയുന്ന സ്യാനന്തുര പുര വർണ്ണനാ പ്രബന്ധത്തിലാണ് എന്ന് മനസ്സിലാക്കുക.